ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന പാഠത്തിലത്തെ ഇത്തിരി പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ് നമ്മൾ അടുത്തത് ചെയ്യാനായിട്ട് പോണത്. അപ്പൊ നമുക്ക് അതിന്റെ ചോദ്യം വായിച്ചു നോക്കാം. A Saturn year is 29.5 times the Earth year. How far is the Saturn from the Sun if the Earth is 1.50 into 10 raised to 8 kilometer away from the Sun? അപ്പൊ നമുക്കിത് വായിച്ചു നോക്കിയിട്ട് ആദ്യത്തെ പരിപാടി ഗിവൺ ഡാറ്റ എഴുതലാണ് അല്ലെ. അപ്പോ ഗിവൺ ഡാറ്റ A Saturn year is 29.5 times the Earth year. അപ്പൊ ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട് ലെറ്റ് ടൈം പീരീഡ് ഓഫ് എർത്ത് TE. അപ്പൊ ഈ ഇയർ എന്ന് ഉദ്ദേശിച്ച എന്താ സംഗതി? ടൈം പീരീഡ് ആണ് അല്ലെ. അപ്പോ ലെറ്റ് ടൈം പീരീഡ് ഓഫ് എർത്ത് ഇസ് ഈക്വൽ ടു TE. അതേപോലെ തന്നെ ടൈം പീരീഡ് ഓഫ് Saturn is equal to TS. ചോദ്യത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് സാറ്റേൺ ഇയർ ഈസ് 29.5 ടൈംസ് ദ എർത്ത് ഇയർ. അതായത് സാറ്റേണിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് TS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 29.5 ടൈംസ് TE ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ സംഗതി? How far is the Saturn from the Sun if the Earth is 1.50 into 10 raised to 8 kilometer away from the Sun? അപ്പൊ നമുക്കൊരു പടം വരയ്ക്കാം. ഇത് നമ്മുടെ സണ്ണാന്ന് വിചാരിക്കുക. നിങ്ങള് സണ്ണാന്ന് വിചാരിക്കുക. സണ്ണിന് ചുറ്റാണല്ലേ ഗ്രഹങ്ങൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗ്രഹങ്ങൾ കിടന്നത് ഇതേപോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ എർത്തിന്റെ ഓർബിറ്റ് ആണെന്ന് വിചാരിക്കുക നിങ്ങൾ. എർത്തിന്റെ അപ്പൊ സണ്ണിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം RE എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിക്കാണ്. അതേപോലെ നമ്മുടെ സണ്ണിൽ നിന്ന് സാറ്റേണിലേക്കുള്ള ദൂരം ഞാൻ RS എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ സാറ്റേണിന്റെ ഓർബിറ്റ് എന്ന് നിങ്ങൾ ചുമ്മാ വിചാരിക്കുക. സാറ്റേണിന്റെ ഓർബിറ്റ് എന്ന് ചുമ്മാ വിചാരിക്കുക. സാറ്റേൺ നമുക്ക് ഈ RS ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഈ RS ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് ഇക്വേഷൻ ഏത് ഇക്വേഷനാ മക്കൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കെപ്ലറിന്റെ സെക്കൻഡ് ലോയിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? അത് T² is equal to 4π² R³ divided by GM. ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നമ്മുടെ കെപ്ലറിന്റെ സെക്കൻഡ് ലോ ബേസ് ചെയ്തിട്ടുള്ള ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത് അല്ലെ. അപ്പൊ ടൈം പീരീഡ് ഓഫ് എർത്ത് സ്ക്വയർ ഇസ് ഈക്വൽ ടു എങ്ങനെയാ ഇക്വേഷൻ വരാ? 4π into സ്മോൾ ലെറ്റർ R ആണ് കേട്ടോ. 4π² into R³ divided by GM. ഇവിടെ നിങ്ങൾ എർത്തിന്റെ ഓർബിറ്റൽ റേഡിയസ് എടുക്കണം. ഓക്കെ, ഇനി അപ്പൊ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. അതേപോലെ ടൈം പീരീഡ് ഓഫ് സാറ്റേൺ അല്ലെ, TS² is equal to 4π² RS³ divided by GM എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. അടുത്ത എന്താ പരിപാടി? ഇക്വേഷൻ നമ്പർ 1 ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്യാം. അപ്പൊ ഇക്വേഷൻ നമ്പർ 2 ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്യാം. അപ്പൊ എങ്ങനെ വരാ? TS² by TE² is equal to 4π² RS³ divided by GM into GM divided by 4π² RE³ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. തിരിച്ചിട്ട് ഗുണിച്ചത് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാർക്ക് വെട്ടിപ്പോയി അല്ലെ. ആരൊക്കെ ഇവിടെ വെട്ടിപ്പോയി? GM വെട്ടിപ്പോയി, 4π² വെട്ടിപ്പോയി, 4π² വെട്ടിപ്പോയി അല്ലെ. ഇനി അടുത്ത പരിപാടി എന്താ? നമുക്കറിയാം TS by TE whole² is equal to RS³ divided by RE³ എന്ന് എഴുതി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം അല്ലെ. ഇപ്പൊ TS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് TS by TE എന്താണ് വരാ? TS by TE is equal to TS by TE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 29.5 TE ആണ് TS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ അടിയിൽ താഴെ TE തന്നെ. ഈ TEയും വെട്ടിപ്പോയി. ബാക്കി എത്രയുണ്ട് മക്കളെ? 29.5 വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അടുത്ത പരിപാടി എന്താ? നമുക്ക് നോക്കാം. RS³
divided by RE cube is equal to 29.5 whole square. ഹോൾ സ്ക്വയർ എന്താ അവിടെ ചെയ്ത ഈ സാധനത്തിന് നമുക്ക് പകരം 29.5 എഴുതി ഹോൾ സ്ക്വയർ ഇട്ടു. ഇനി നമുക്ക് RS ക്യൂബ് ഈക്വൽ ടു എത്ര വരാ? RE ക്യൂബ് ഇൻറ്റു 29.5 ഹോൾ സ്ക്വയർ വരും, വിച്ച് ഇസ് ഈക്വൽ ടു RE ക്യൂബ്. RE എത്രയാണെന്ന് നമുക്ക് നോക്കാം. RE അവര് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ഇതിന്റെ വാല്യൂ. എത്രയുടെ വാല്യൂ? 1.5 ഇൻറ്റു 10⁸ കിലോമീറ്റർ അല്ലെ. അപ്പൊ നമുക്കത് സൈഡിലൊന്ന് ഇവിടെ എഴുതി വെക്കുന്നുണ്ട് ഞാൻ. RE എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1.50 ഇൻറ്റു 10⁸ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ അല്ല SI യൂണിറ്റ്. അപ്പൊ 1.50 ഇൻറ്റു 10⁸ ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞിട്ട് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1.50 ഇൻറ്റു 10⁻⁸ അല്ലെ 8 അല്ലെ 9 11 അല്ലെ 11 മീറ്റർ എന്ന് പറഞ്ഞിട്ട് വരും അല്ലെ. 1.50 ഇൻറ്റു 10⁻11 മീറ്റർ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പൊ 8 9 11 ഇത് പറഞ്ഞിട്ട് വരും. നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് സബ് ചെയ്യാം. അപ്പൊ എങ്ങനെ മക്കളെ വരടാ? വിച്ച് ഇസ് ഈക്വൽ ടു 1.50 ഇൻറ്റു 10⁻11 ഹോൾ ക്യൂബ് ഇൻറ്റു 29.5 ഹോൾ സ്ക്വയർ. അപ്പൊ RS ക്യൂബ് ഈക്വൽ ടു നമുക്ക് എത്ര വരാന്നുള്ളത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം. നമുക്ക് ഇത് കാൽക്കുലേറ്റർ അടിച്ചു നോക്കുമ്പോ എങ്ങനെയാ മക്കളെ വരാ? 1.50 ഇൻറ്റു 10⁻11 ഹോൾ ക്യൂബ് ഇൻറ്റു 29.5 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് നമുക്ക് വന്നുള്ളത് 2.93 ഇൻറ്റു 10⁻36 എന്ന് പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത് നമുക്ക് അല്ലെ. അപ്പൊ നമുക്ക് RS ക്യൂബ് ആണ് ഇത്ര വന്നിരിക്കുന്നത്. നമുക്ക് RS ആണ് വേണ്ടത് അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാറ്റർൺ ആൻഡ് ദ സൺ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്താ നമുക്ക് വേണ്ടത്? ഇവിടെ ക്യൂബ് ആണ്. അപ്പൊ നമ്മൾ ക്യൂബ് റൂട്ട് എടുക്കണം. ക്യൂബ് റൂട്ട് എടുക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട പരിപാടി ഷിഫ്റ്റ് റൂട്ട് അടിക്കുക, ആൻസർ അടിക്കുക. അപ്പൊ നമുക്ക് ഉത്തരം വരെ എത്രയാണെന്ന് അറിയാം മക്കളെ? 1.43 ഇൻറ്റു 10⁻12 മീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉത്തരം വരും കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.